റഫാൽ ഇടപാടിലെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. റഫാൽ ഇടപെടലിൽ പ്രധാനമന്ത്രി നേരിട്ടിടപെട്ടെന്ന തങ്ങളുടെ ആരോപണം തെളിഞ്ഞെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വ്യോമസേനയുടെ 30,000 കോടി രൂപ പ്രധാനമന്ത്രി കട്ടെടുത്ത് അനിൽ അംബാനിക്ക് നൽകി. രാജ്യത്തെ യുവജനങ്ങളും സൈനികരും ഇത് ശ്രദ്ധിക്കണം. ഇടപാടിലെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് 1 വർഷമായി കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിഷയത്തിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും കള്ളം പറഞ്ഞു. പ്രധാനമന്ത്രി ഒരേ സമയം കള്ളനും കാവൽക്കാരനും കളിക്കുന്നുവെന്നും അനിൽ അംബാനിയുടെ കമ്പനിക്ക് കരാർ നൽകാനാണ് മോദി ഇടപെട്ടതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ആക്രമണം ശക്തമാക്കിയത്. അതേസമയം റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. നിരവധി ആരോപണങ്ങളാണ് റഫാൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ ഒന്നിനു പുറമെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും BJPക്കെതിരെ പുതിയൊരായുധമെന്ന നിലയിൽ റഫാൽ അഴിമതിയുമായി ശക്തമായി മുന്നോട്ടു പോകുന്നത് മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കും.